നമ്മുടേതല്ലാത്ത ഭാരങ്ങൾ ചുമക്കൽ നിർത്തുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഒന്നും കൂടി സിമ്പിളാവുക. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരുടെ നോട്ടത്തിൻ്റെ ഭാരം, മറ്റുള്ളവരുടെ ചിന്തകളുടെ ഭാരം, അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ ഭാരം, ഇതൊക്കെ പേറി നടക്കുകയാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മളെ ചുറ്റും നമ്മളെപ്പറ്റി പലതും വിചാരിച്ചും തെറ്റിദ്ധരിച്ചും ഒക്കെ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അവർക്കൊക്കെ പോയി എക്സ്പ്ലനേഷൻ കൊടുക്കലല്ല നമ്മളുടെ പണി എന്നുള്ളതാണ്. ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, എന്തൊക്കെ പഠിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണം. നമ്മളൊരു കാലത്ത് നല്ലതെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ലതല്ല എന്ന്. നമ്മളൊരു കാലത്ത് തെറ്റെന്ന് വിചാരിച്ച കാര്യങ്ങളായിരിക്കും ഇപ്പം നമ്മുടെ ശരിയായി മാറുന്നത്. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെ കുറേ കാര്യങ്ങൾ മാറ്റാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ആരെങ്കിലും നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മളെ വിഷമിപ്പിച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും, എന്നാലും എന്തിനാ ഓരിന്നോടത് ചെയ്ത്, എന്നാലും എന്തിനാ ഓരിന്നോടത് ചെയ്ത്, ഞാൻ അത്ര നല്ല രീതിയിലായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു അനുഭവം എന്നെ എന്താ പഠിപ്പിച്ച്, ആ ഒരു ചിന്തയിലോട്ട് മാറുമ്പോൾ നമ്മൾ ഒന്നുകൂടി ആ ഭാഗത്ത് നിന്ന് ഇമോഷണലി ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്, നമുക്കൊന്നുകൂടി പീസ് ആവാൻ പറ്റുന്നുണ്ട്, ഭാവിയിലേക്ക് നമുക്കതൊരു മുൻകരുതൽ കൂടിയായി മാറുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ തോട്ട് പ്രോസസ്സിനെ ഒന്ന് മാറ്റുമ്പോൾ നമുക്ക് ലൈഫ് കുറച്ചുകൂടി സമാധാനവും സിമ്പിളൊക്കെ ആയി തോന്നുന്നുണ്ട്. പിന്നെ അന്ന് മണലടിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ഗസ്റ്റ് വന്നു. അപ്പോൾ അവിടെ പോയി സ്കൂൾ വിട്ട് വന്ന സമയമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഞാനാണെങ്കിലും ഒന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് ഫുൾ കുക്കിങ്ങൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ സമയം വൈകിയത്. അപ്പോൾ ഞാൻ വരുമ്പോൾ കുറച്ച് ചിക്കനും വാങ്ങിച്ചു വന്നു. ചിക്കൻ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ എൻ്റെ വിചാരം അവിടെ ഉള്ളി തൊലിച്ചതുണ്ട് എന്നാണ്. ചേച്ചി തൊലിച്ച് വെച്ചിട്ടുണ്ടാവും, ബാക്കി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ വന്ന് നോക്കി പെറുക്കി എടുത്തപ്പോഴാണ് വളരെ കുറച്ചുള്ളൂ. അപ്പോഴാണ് നൂർഷ പറഞ്ഞ ടിപ്പ്, ചൂടുവെള്ളത്തിൽ ഉള്ളി ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ആ ടിപ്പ് ഇതിന് മുമ്പൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നും അടിപൊളിയായിരുന്നു, ഇപ്പോഴും അടിപൊളിയാണ്. ജസ്റ്റ് അങ്ങനെയൊന്ന് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് വെള്ളം ഒന്ന് ചൂടാക്കുക, എന്നിട്ട് നിർത്തിയിട്ട് അതിൽ ഉള്ളി ഇട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ നാക്കുമ്പോൾ തന്നെ തൊലി പോരും. പിന്നെ ജസ്റ്റ് ആ തലയുണ്ടല്ലോ അതും വാലും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ചിക്കനും കുമ്പളങ്ങ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിക്കൊക്കെ ആയി, നാളെ ഉച്ചക്കൊക്കെ ആയി. രാവിലെ എണീറ്റാൽ വലിയ പണി ഉണ്ടാവില്ലല്ലോ. ഇഷമോൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ഇങ്ങനെ വെച്ചാൽ. നമ്മൾ നാടൻ കോഴിയൊക്കെ വെക്കൂല അതേപോലെ. ഇത് ആക്ച്വലി നാടൻ കോഴി അല്ല, പക്ഷേ ആ രീതിയിൽ വെക്കുക. ചെറിയ ഉള്ളിയും ഉലുവയും ചെറിയ ജീരകവും കുരുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കും. ഇഷമോള് നൈഷും കുറച്ച് നേരത്തെ സ്കൂളിലിട്ട് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷമോള് നൈഷുവിന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഒരു അലങ്കോലം അടുക്കളൊക്കെ ഉണ്ട്. പ്ലസ് നമ്മുടെ കുക്കിങ്ങും നമ്മുടെ ടിഫിൻ ബോക്സ് എല്ലാം കൂടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും സിങ്ക് നിറച്ച് പാത്രമായിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, അത് കഴുകുക, ഫുഡ് കഴിക്കുക, പിന്നെ ഫുഡ് കഴിച്ച പാത്രം കഴുകി വെക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞാനില്ലൊരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്ക വിളിച്ചപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് ബുക്ക് ഓർഡർ ചെയ്തത് കയ്യിൽ കിട്ടുന്ന ദിവസം ഭയങ്കര ഇഷ്ടമാണ്. അന്നൊരു 2-3 പേജൊക്കെ ഞാൻ എത്ര തിരക്കാണെങ്കിലും ഒന്നിരുന്ന് വായിക്കും. ഇത് ഞാൻ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ബുക്ക് കുറച്ച് കാലമായി ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച ബുക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയില്ല, വാങ്ങിച്ചു. എന്നോട് ചോദിക്കാറുണ്ട് ഓരോരുത്തരും എപ്പോഴാണ് ബുക്ക് വായിക്കാനൊക്കെ സമയം ഉണ്ടാവലല്ല, ഉണ്ടാക്കല. എനിക്ക് ഏതെങ്കിലും ബുക്ക് വായിച്ച് ഹരം കയറിയ പിന്നെ ഉറക്കവും കൂടി ഇല്ലാണ്ട് ഞാനത് വായിച്ച് തീർക്കും. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇതിൻ്റെ പിന്നാലാവും.